പുതിയ തലമുറയിലെ ജൻസിയിലെയും ജൻ ആൽഫയിലെയും ഒക്കെ പെൺകുട്ടികൾ വിവാഹത്തിനോട് വിരക്തി പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ഒരുപാട് തവണ നമ്മൾ ഈ ചാനലിൽ തന്നെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അപ്പോൾ വിവാഹത്തോടുള്ള ഭയം, വിവാഹം കഴിക്കാനുള്ള താല്പര്യമില്ലായ്മ, ഗാമോഫോബിയ എന്നോ ഫിയർ ഓഫ് ഇൻറ്റിമസി എന്നൊക്കെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു വിഷയം. ഇത് ഇപ്പോൾ ലോകത്ത് മുഴുവൻ വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയിൽ നിന്ന് ചില വാർത്തകൾ വന്നിരുന്നു. എസ്പെഷ്യലി AI പ്രസൻസ് കൂടി ഉണ്ടാകുമ്പോൾ അത് ഇവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൊടുക്കുന്നു. വിവാഹം കഴിക്കാതിരിക്കാനുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കുറച്ചുകൂടി കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസിൻ്റെ ഒരു ചെറിയ ഭാഗം കേട്ട് നമുക്ക് തിരിച്ചു വരാം. 2021 ഒക്ടോബറിൽ നഗരങ്ങളിലെ 3000 ആളുകളിൽ നടത്തിയ ഒരു സർവേയിൽ 18നും 26നും ഇടയിൽ പ്രായമുള്ള അവിവാഹിതരായ സ്ത്രീകളിൽ ഏകദേശം 44% പേരും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വിവാഹം കഴിക്കുമോ എന്ന് ഉറപ്പില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഇനിയാണ് AI കളി വരുന്നത്. ചൈനയിലെ ജനസംഖ്യ കുറയുന്നതിന് പലരും AI കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം AI സൗഹൃദം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വാർദ്ധക്യ പരിചരണത്തിൽ സഹായിക്കൽ തുടങ്ങിയ റോളുകൾ ഏറ്റെടുത്ത് വിവാഹം കഴിക്കുകയോ കുട്ടികൾ ഉണ്ടാകുകയോ ചെയ്യേണ്ടതിന്റെ ആവശ്യകത. ഓക്കെ, അപ്പോൾ അതാണ് ഒന്ന് 44%. 44% എന്ന് പറഞ്ഞാൽ പകുതിയോളം ആളുകൾ വിവാഹം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അത് രണ്ട് ഭയങ്കര ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാണ്, ഒരു അഭയം പ്രാപിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം വരില്ലേ? ഒറ്റക്കാവില്ല, ഉണ്ടാവും, അല്ലെങ്കിൽ പരിചരിക്കാൻ ആരെങ്കിലും വേണ്ടേ, അല്ല റോബോട്ടുകൾ ഉണ്ടാവും. അത്തരം ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള വന്നേക്കാം, ഇങ്ങനെ പരിഹരിക്കപ്പെട്ടേക്കാം എന്ന രീതി. അത് കല്യാണം അല്ലാത്ത എന്തും ഞങ്ങൾ സ്വീകരിക്കാം, ടെക്നോളജിയോ റോബോട്ടോ എന്തുമാണ്, പക്ഷെ കല്യാണം പറ്റില്ല. അത് ഭയങ്കര അപകടമാണല്ലോ. അത് ഭയങ്കര അപകടമായിട്ടുള്ള കല്യാണം പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇമോഷണൽ പ്രയാസം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ കെയർ ചെയ്യാൻ ആരും ഉണ്ടാവില്ലോ, അതിന് ഞാൻ വേറെ എന്തെങ്കിലും നോക്കാം. അപ്പോൾ വേറെ എന്തായാലും കുഴപ്പമില്ല, പക്ഷെ കല്യാണം പറ്റില്ല. ഇത്തരത്തിൽ കല്യാണത്തെ മാറ്റിവെക്കാനുള്ള റീസൺ ഉണ്ട്. ഇതിന്ന് ഇതിപ്പോൾ മനുഷ്യവംശം ചെന്ന് ചാടാവുന്ന മറ്റൊരു വലിയ ഒരു ട്രാപ്പായിട്ടാണ് കാണുന്നത്. കാരണം ഒരിക്കലും ഒരു ടെക്നോളജി, ഒരു ഡിവൈസിൽ നിന്ന് ഒരു ഇമോഷണൽ കെയർ കിട്ടുമെന്ന് വെച്ചാൽ ഒരു ടെമ്പററി ആയിട്ടൊക്കെ ചിലപ്പോൾ അത് നടന്നു പോയിരിക്കും. ഇപ്പോൾ UAE ദുബായിൽ പിന്നെ ഫ്യൂച്ചർ മ്യൂസിയം ഉണ്ട്, ഷെയ്ഖ് സയ്യിദ് റോഡിൽ ഒരു പ്രത്യേക ആർക്കിടെക്റ്റിൽ. ഈ ഫ്യൂച്ചർ മ്യൂസിയം 7 നിലകളാണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിയം എന്ന് വെച്ചാൽ നമ്മൾ ഈ പിന്നെ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലമാണ്. ഫ്യൂച്ചർ മ്യൂസിയം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ പേരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എന്തൊക്കെ ടെക്നോളജികൾ ഉണ്ടോ അതിൻ്റെ ഒരു പ്രദർശനം അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ 7 നിലകളിൽ ഒരു നിലയിൽ സത്യത്തിൽ ടെക്നോളജികളൊന്നുമില്ല. അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ടെക്നോളജികളുടെ അബണ്ടൻസ് കാരണം, ധാരാളിത്തം കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന ആങ്സൈറ്റി, ആ ആങ്സൈറ്റിയിൽ നിന്ന് മോചനം നേടാൻ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മനുഷ്യനും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യേണ്ട അവസ്ഥ വരും എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യൻ്റെ കാഴ്ച, കേൾവി ഇതിനൊക്കെ ട്രിഗർ ചെയ്ത് ഒരു ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ചില സാധനങ്ങളാണ് അവിടെ ആ ഒരു ഫ്ലോർ ഫുള്ള് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ പിന്നെ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻ എന്നുള്ളത്, മനുഷ്യനും തമ്മിലുള്ള മനുഷ്യൻ്റെ സെൻസസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, അത് മനുഷ്യന് വളരെ അത്യാവശ്യമാണ്. അതില്ലാത്തിടത്തോളം കാലം മനുഷ്യന് ഒരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ. അതൊന്നും ഒരു ടെക്നോളജിയിൽ നിന്നും കിട്ടാൻ പോകുന്നതല്ല. അപ്പോൾ ഈ പിന്നെ ഹ്യൂമനോയിഡുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു, ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നു, ഇതൊക്കെ ഓരോ ടെക്നോളജിയാണ്. ഇതേപോലെ എല്ലാ വീട്ടിലും ഹ്യൂമനോയിഡ് വരും. ഹ്യൂമനോയിഡിൽ നിന്ന് കിട്ടുന്ന അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഒരു ഇമോഷണൽ കെയർ, അത് മനുഷ്യനുള്ള റിലേഷൻസ് എന്നും ആവശ്യമായിട്ട് വരും. അത് വിവാഹം വേണ്ട, ഇനി മുതൽ എനിക്ക് റോബോട്ട് മതി എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ മനുഷ്യനെ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു ദുരന്തമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഇതിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കപ്പെടുന്ന ഉപകാരങ്ങൾ, അതിൻ്റെ ഒരു ലിമിറ്റ് വരെ നമുക്ക് ലഭിച്ചേക്കാം. പക്ഷെ ഇത് റിപ്ലേസ് ചെയ്യുക, അതിലേക്കാണ് പോകുന്നത്. റിപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി അനദർ തിങ്. ഒരു ഉപ്പാൻ റിപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉപ്പ ചെയ്തിരുന്ന ഏതെങ്കിലും ഫിസിക്കലായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരാൻ ഒരാളുണ്ടാവുക എന്നുള്ളതല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഒരാളെ, എത്ര സമ്പത്തുള്ള ആളാണെങ്കിലും ഒരാളെ ജോലിക്ക് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഉമ്മാനെ റിപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉമ്മ ചെയ്തിരുന്ന കാര്യങ്ങൾ അതാണ് പ്രശ്നമെങ്കിൽ ഈ സമ്പത്തുള്ള ആളുകൾക്ക് സങ്കടപ്പെട്ടിരിക്കേണ്ട, വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവിടെ ഉമ്മൻ്റെ പകരം ഫിനാൻഷ്യൽ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരാളെ വെച്ചാൽ മതി. അതിനപ്പുറത്തേക്കൊരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള കാര്യം അത് മനസ്സിലാക്കാതെ പോകുന്നതാണോ, അതോ കല്യാണത്തോട് മുമ്പ് മുതലേ ഉള്ളൊരു ഭയങ്കരമായൊരു ഭയം കാരണം? അല്ല, ഇത് കറക്റ്റായിട്ട് ലിബറലിസം കൊണ്ടുവരുന്ന ഇൻഡിവിജ്വലിസം ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്.
ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ പറയാം ഹൈപ്പർ ഇൻഡിവിജ്വലിസമാണ്. ഞാൻ മാത്രം. അത് എൻ്റെ പരമാവധി ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെയാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളത്. എങ്ങനെ ഇവർക്ക് ബന്ധങ്ങൾ നൽകുമ്പോൾ ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചാൽ തന്നെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ തന്നെ ഞാനെന്തിനും അടിമയാകണം, ഞാനെന്തിനും അയാൾ ഡിപ്പെൻഡ് ചെയ്യണം, ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ നിലക്കാണെങ്കിലും ഞാനെന്തിനും അയാളെ ഡിപ്പെൻഡ് ചെയ്യണം, ഞാൻ പിന്നെ എന്തിന് അഡ്ജസ്റ്റ് ചെയ്യണം, ഞാനെന്തിന് കോംപ്രമൈസ് ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് ബന്ധങ്ങളായാലും പരസ്പര അഡ്ജസ്റ്റ്മെൻറ്റോ കോംപ്രമൈസോ ഇല്ലാതെ ആ ബന്ധം നിലനിൽക്കില്ല. ഇപ്പോൾ ബന്ധങ്ങൾ നമുക്ക് 2 ടൈപ്പിൽ പറയാം. ബൈ ബർത്തുള്ള ബന്ധങ്ങളുണ്ട്, ബൈ ചോയ്സ് ഉള്ള ബന്ധങ്ങളുണ്ട്. ബൈ ബർത്തുള്ള ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉമ്മ, പിന്നെ ഫാദർ, മദർ, സിബ്ലിങ്സ് ഒക്കെ ബൈ ബർത്തുള്ള ബന്ധം, ഒരു ബ്ലഡ് റിലേഷനാണ്. പിന്നെ അതിൻ്റെ എക്സ്റ്റൻഷനും ഉണ്ടാവും. ബൈ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ നൈബേഴ്സ്, നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ പാർട്ട്ണർ, സ്പൗസൊക്കെ പിന്നെ ബൈ ചോയ്സ് ഉള്ള ബന്ധങ്ങളാണ്. ഈ ബൈ ബർത്തുള്ള ബന്ധങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ബ്ലഡ് റിലേഷൻ അതേപോലെ നിലനിൽക്കും. പക്ഷെ ബൈ ചോയ്സ് ഉള്ള ബന്ധം നിലനിൽക്കണമെങ്കിൽ അതിൽ നല്ല കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും സാക്രിഫൈസൊക്കെ വേണം. ഇപ്പോൾ വിവാഹ ജീവിതം നിലനിൽക്കണമെങ്കിൽ അതിന് ആ ബന്ധത്തിന് ഗ്ലൂ ചെയ്ത് നിർത്തുന്നത് സത്യത്തിൽ ഈ കോംപ്രമൈസും സാക്രിഫൈസൊക്കെ തന്നെയാണ്. നമ്മൾ ഫ്രണ്ട്സ് ആലോചിച്ച് നോക്ക്, എങ്ങനെ 2 പേര് ഫ്രണ്ട്സാണ്, അവർക്കിടയിൽ ഒരു കോംപ്രമൈസും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം നിലനിൽക്കും? നമ്മൾ ഫ്രണ്ട്സ് ആകുന്നത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പലതും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ. അപ്പോൾ ഒരു പാർട്ട്ണർ ആകുമ്പോൾ മാത്രം ഒരു അടിമയാകുന്നു, അവിടെ കോംപ്രമൈസ് പറ്റൂല, എനിക്ക് എൻ്റെ വഴി. ഇപ്പോൾ പിന്നെ വിവാഹത്തെക്കുറിച്ച് പിന്നെ ലെസ് ആൻഡ് ലെസ്ലി പാരറ്റ്, ഹസ്ബൻഡും വൈഫാണ്, അവർ എഴുതിയൊരു ബുക്കുണ്ട്, സേവിങ് മൈ മാരേജ്, വിവാഹത്തെ രക്ഷപ്പെടുത്തൽ എന്നുള്ള രൂപത്തിലൊരു ടൈറ്റിലാണ്. അതിലവർ പറയുന്ന വിവാഹത്തിൻ്റെ 3 ഫ്രെയിമുകളുണ്ട്. 3 ഫ്രെയിമുകൾ എന്ന് വെച്ചാൽ 3 ടൈപ്പാണ് ബന്ധങ്ങൾ ഉണ്ടാവുക. ഒന്ന് എ ഫ്രെയിമാണ്, ക്യാപിറ്റൽ ലെറ്റർ എ. അതെന്ന് വെച്ചാൽ 2 പേരും ഇങ്ങനെ നിൽക്കുകയാണ്, ഒരാളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഒരാൾ വീണ് പോയാൽ മറ്റേ ആളും വീണ് പോകും, ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. ഇതൊരു ടൈപ്പ്. രണ്ടാമത്തെന്ന് വെച്ചാൽ എച്ച് ആണ്, എച്ച് ഫ്രെയിമാണ്, ക്യാപിറ്റൽ ലെറ്റർ എച്ച് എഴുതിയ പോലെ. അത് 2 പേരും വിവാഹ ജീവിതത്തിൻ്റെ ഉള്ളിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. 2 പേരും ഒരാൾ അയാളെ വഹിക്കുമെന്ന് രണ്ടാളും കൈ കൊടുത്തൊരു ബന്ധം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ആൾ പറയുന്നൊരു ഫ്രെയിം എന്ന് വെച്ചാൽ എം ഫ്രെയിമാണ്. എം ഫ്രെയിം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ എം എഴുതിയ പോലെ 2 ആൾ കൈകോർത്ത് നിൽക്കുന്നതാണ്. ഇത് ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹമൊക്കെ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്. ആ പാരസ്പര്യം ഉണ്ടല്ലോ, അതാണ് സത്യത്തിലൂടെ കിട്ടേണ്ടത്. അത് 2 ആൾ ഓരോ റോളുകൾ നിർവഹിക്കുന്നു, അവിടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു, അവർ പരസ്പരം കോംപ്രമൈസ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതിലൂടെ ആ ബന്ധം മുന്നോട്ട് പോകുന്നു. അവിടെ പിന്നെ ഒരാളിൽ പിന്നെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്ത് അയാൾ അടിമയാകുന്നു, അങ്ങനത്തെ ഒരു സാധനമൊന്നും അവിടെ നടക്കണില്ല. ഫിനാൻഷ്യൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇവർ ഈ അടിമ എന്നുള്ള പ്രയോഗം പറയുന്നത്. ഞാനെന്തിന് അയാളുടെ അല്ലെങ്കിൽ ഈ പുരുഷൻ്റെ ഇതിൽ ഫിനാൻഷ്യലി ഒരാൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു അടിമ. ആരാണോ ഫിനാൻഷ്യലി കൺസ്യൂം ചെയ്യുന്നത് അയാൾ അടിമയും. ഒരാളുടെ ഫൈനാൻഷ്യൽ സോഴ്സ് എന്തും ആവാം. അതിപ്പോൾ ചിലപ്പോൾ ഫാദർ ആവാം, ചിലപ്പോൾ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ വൈഫ് ആവാം, ചിലപ്പോൾ കമ്പനിയിലെ ബോസ് ആവാം, മാനേജർ ആവാം. ഹസ്ബൻഡ് ആകുമ്പോൾ മാത്രം അതൊരു അടിമയാകുന്നു, അത് ബോസ് ആകുമ്പോൾ അടിമയാകുന്നില്ല എന്നുള്ളത് ഒരാളെ ഇൻകം സോഴ്സ് ആണല്ലോ. ഇസ്ലാം ശരിക്കും മുന്നോട്ട് കൊടുക്കുന്ന ഒരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ആണ് പെണ്ണിന് കൊടുക്കുന്നത്. അത് ബൈ ഡീഫോൾട്ട് ബൈ ബർത്ത് പെണ്ണിനുള്ള ഒരു പ്രിവിലേജാണ് ഇസ്ലാമിൽ കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത്. അത് ഇയാളുടെ നിന്ന് കിട്ടണമെന്നുള്ളതാണ്, അത് അവളുടെ ഒരു അവകാശമാണ്. അപ്പം അതൊക്കെയാണ് ഇവർ ഈ വിവാഹത്തോടുള്ള പേടി എന്നുള്ള രൂപത്തിൽ എൻ്റെ ഫ്രീഡം നഷ്ടപ്പെടും എന്നുള്ളൊരു പേടിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ AI ഹസ്ബൻഡുകളെ റിപ്ലേസ് ചെയ്യുന്ന ആളുകൾ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ കണ്ടിട്ട് അങ്ങനെ ജീവിക്കുമ്പോൾ, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ USA കണ്ടതാണ്, ഒരു ആ വിദ്യാർത്ഥിക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ട എന്തോ ഒരു ക്രൈസിസ്, ആ ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട് ChatGPT-നോട് അഡ്വൈസ് ചോദിച്ചപ്പോൾ ChatGPT ആത്മഹത്യക്ക് പ്രേരണ നൽകുന്ന രൂപത്തിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പം നിന്റെ ജീവിതത്തിൽ ഇനിയൊരു പർപ്പസും ഇല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആത്മഹത്യയാണ് അഭയം. അല്ല, അതിൽ കുറച്ചുകൂടി കുട്ടി സ്പെസിഫിക് ആയിട്ട് സൂയിസൈഡിനെ പറ്റി ചോദിക്കുകയും അതിൽ കുട്ടിക്ക് സൂയിസൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സജഷൻസ് മീൻസ് ചെയ്യാൻ പറയല്ല, പക്ഷേ അതിന് കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ഇതിലൂടെ കിട്ടുന്നുള്ളതാണ്. മീൻസ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, സെൻസും ഇമോഷനും കാര്യങ്ങളുള്ളൊരു മനുഷ്യനല്ല, അല്ലെങ്കിൽ മനുഷ്യനെ റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അതെ, അതുകൊണ്ട് തന്നെ എന്നിട്ട് കുട്ടി ആത്മഹത്യ ചെയ്യുകയും പിന്നെ പാരൻസ് ChatGPT-ക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുക, കേസ് കൊടുക്കുന്നത് നമ്മൾ വായിച്ചതാണ്. പക്ഷെ ഇത് തന്നെയാണ് അതിലുള്ള മെയിൻ ഒരു ക്രൈസിസും. കാരണം
ഈ AI ഉപയോഗിച്ചാൽ AI എപ്പോഴാണ് മാനുഫാക്ചറിങ് ചെയ്യുക എന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് അത് കേടുവരിക, എപ്പോഴാണ് അത് റോങ് ഡിസിഷൻസ് നമുക്ക് തരാം. നമുക്ക് തന്നെ പലപ്പോഴും അനുഭവമുള്ളതല്ലേ. ChatGPT-നോട് എന്തെങ്കിലും ഇൻഫർമേഷൻ ചോദിച്ചു, അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവും. എന്നിട്ട് ChatGPT-നോട് പറയും ഇത് തെറ്റല്ലേ, ഇന്ന റെഫറൻസുകൾ പ്രകാരം ഇത് തെറ്റല്ലേ, അപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഭയങ്കര ഇമോഷണലി സ്ട്രെസ് ഉള്ള ഒരു സമയത്ത് എന്തെങ്കിലും ഒരു തമാശ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇനപ്രോപ്രിയേറ്റ് ആയ രൂപത്തിൽ റെസ്പോൺസ് കിട്ടുകയും ആ സമയത്ത് നമുക്ക് തിരുത്താൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും ആ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത് അസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഒന്നെങ്കിൽ നമ്മളെ തലോടും, അല്ലെങ്കിൽ നമ്മളെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കരയാൻ അനുവദിക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവർ പറയും അത് ഇനി ഒരുപാട് അഡ്വാൻസ്ഡ് ആയാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകും. പക്ഷെ എന്നാലും മനുഷ്യനെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചില ഇൻപുട്സ് കൊടുക്കണം. എന്നാൽ നമ്മളടുത്തുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഇപ്പോൾ നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേക ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. അവർ നമ്മുടെ മുഖഭാവം കണ്ട്, നമ്മുടെ ഒരു അവസ്ഥ, നമ്മുടെ ഒരു മൂഡ് കണ്ട് അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഒരു കെട്ടിപ്പിടുത്തം പോലും, ഒരു തലോടൽ പോലും, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു റോബോട്ട് നമ്മളെ തലോടുന്നതും ഒരു മനുഷ്യൻ തലോടുന്നതും ഇത് രണ്ടിനും ഭയങ്കര പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻറ്റയർലി ഡിഫറൻ്റ് ആണ് ആ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ. സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാത്തിനും റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ്. അതിലിപ്പോൾ പറഞ്ഞ് ഈ റെസ്പോൺസുകളുടെ അക്യുറസി കൂടിയാൽ പോലും ഇപ്പോൾ മേ ബി അത് കൂടുന്നതിന് നമ്മൾ എന്താ പറയുക തീരെ സാധ്യത കാണുന്നൊന്നുമില്ല. മേ ബി അത് കൂടാം, നല്ല അക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻസും നമ്മളെ ചുളിവുകളും നമ്മളെ ഓരോ കാര്യങ്ങളും ഡീകോഡ് ചെയ്തിട്ട് നമ്മളെ ഈവൻ മൂഡ് ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നതിനേക്കാൾ അക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമേക്കാം. ഇപ്പോൾ തന്നെ നമ്മളെ മറ്റേ ഡിവൈസുകളൊക്കെ പല രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അതിന് സാധ്യതയുണ്ട്. പക്ഷെ അതിനപ്പുറം ആ ഒരു പ്രതിസന്ധി അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് അക്യുറസി എത്രത്തോളം കൂടുന്നു പറഞ്ഞാലും മനുഷ്യനേക്കാൾ അക്യുറേറ്റ് ആയിട്ട് മനുഷ്യൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ മനുഷ്യനെ ഒരാളെ അസസ് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും അവിടെ മനുഷ്യനെ റിപ്ലേസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇപ്പോൾ അമീർക്ക് അവിടെ ഇരിക്കുന്നു, എനിക്ക് അമീർക്ക് എന്നോട് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ടൈപ്പ് ഓഫ് മെഷീൻ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെഷീൻ അവിടെ ഉണ്ട്, ആ മെഷീൻ എനിക്ക് സാധനങ്ങൾ ചെയ്തിരുന്നു, എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, കാര്യങ്ങൾ സ്മൂത്ത് നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇത് അമീർക്കയാണ്, ഇതൊരു മനുഷ്യനാണ്, ഇതൊരാളാണ്, ഒരു എന്താ അസ്തിത്വമുള്ള, ജനിച്ച് വളർന്ന് ഒരുപാട് എക്സ്പീരിയൻസുകളുള്ള, സ്വന്തം നിലപാടുള്ള, സ്വയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് എനിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത്, ആ മനുഷ്യനാണ് എന്നെ കൺസിഡർ ചെയ്യുന്നത്, ആ മനുഷ്യനാണ് എന്നോട് ഇത് പറയുന്നത് എന്ന തിങ്, ആ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഇത് ഞാൻ മാനുഫാക്ചർ ചെയ്ത് ഇത് വാങ്ങി, ഇത് ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയ ഒരു സാധനമാണ് എന്ന് പറയുന്നതിനേക്കാൾ അതിന് ഡെപ്ത് കൂടുതലുണ്ട്. ആ ഡെപ്താണ് പലപ്പോഴും മനുഷ്യൻ ആവശ്യപ്പെടുന്നത്. അവന് ഈ കാര്യങ്ങൾ നടന്നു പോവുക, സ്മൂത്തായിട്ട് നടക്കുക എന്നുള്ള കേവല എന്താ പറയുക കംഫേർട്ടിനപ്പുറം അല്ലെങ്കിൽ കേവല സൊല്യൂഷനുകൾക്കപ്പുറം അവന് ഡീപ്ലി വേണ്ട ഇതാണ്, ഇതൊരാളാണ്. ഇപ്പോൾ നമ്മളൊരു അപരിചിതനായിട്ടുള്ളൊരു മനുഷ്യൻ നമ്മളോട് പറയുന്നൊരു വാക്കും നമുക്ക് അത്രമേൽ അടുത്തൊരു മനുഷ്യൻ നമ്മളോട് പറയുന്ന കാര്യവും രണ്ടാണ്. അത് ആരാണ് ഈ പറയുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട പെർസെപ്ഷൻ ഡിഫറൻസ് അത് വലിയ രീതിയിൽ എന്താ പറയുക സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല മനുഷ്യന് ഭയങ്കര സ്പോണ്ടാനിയസ് ആണ്. ഇപ്പോൾ ഒരു AI-നെ ഇപ്പോൾ അമീർക്കയെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു AI-നെ വെച്ചു എന്ന് വിചാരിച്ചു, ഒരു ഹ്യൂമനോട്, കറക്റ്റ് അമീർക്കയെ പോലുള്ള ഒരു ഹ്യൂമനോട്. പക്ഷേ ആ ഹ്യൂമനോടിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഹ്യൂമനോട് ചിലപ്പോൾ നമ്മുടെ ഈ കോൺവെർസേഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ, അതിനോട് യോജിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ അമീർക്ക എന്ന മനുഷ്യനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അമീർക്ക് ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ സൂചിപ്പിക്കും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സ്പോണ്ടാനിയസ് ആയിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ ലൈറ്റിങ്ങിൻ്റെ വിഷയമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തമാശയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈഫിലെ ഇന്ന് വരുമ്പോൾ കണ്ട എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. പക്ഷേ ഒരു AI ഞാനതാ പറയണത്, ഒരു AI-യും മനുഷ്യനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ഈ സ്പോണ്ടാനിയസ് ആയിട്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ AI ആകുമ്പോൾ ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചർച്ചയായിരിക്കും നടത്തുന്നത്. പക്ഷേ മനുഷ്യനാകുമ്പോൾ കംപ്ലീറ്റ്ലി വ്യത്യസ്തമായ ഒരു വിഷയം അപ്പോൾ ചർച്ചയ്ക്ക് ഇടാൻ കഴിയും. അങ്ങനെ അത് വേറൊരു സെൽഫാണ്. അതെ, അത് നമ്മൾ ഇപ്പോൾ ഈ AI-നെ റിപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നിന്ന് മാറ്റി വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ AI എന്ന് പറയുമ്പോഴും AI-നെ കൊണ്ടുവരാനുള്ള കാരണം എന്താ, വിവാഹത്തെ ഒഴിവാക്കണം എന്നുള്ളതാണ്. AI തന്നേക്കാം അല്ലെങ്കിൽ എനിക്ക് AI-ൽ പരിഹാരം ഉണ്ടായേക്കാം എന്നൊരു ഹൈപ്പോത്തറ്റിക്കൽ സൊല്യൂഷൻ കാണാനുള്ള കാരണത്തിൽ വിവാഹത്തെ ഒഴിവാക്കണം, അതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പം അത് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടതല്ല. ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രമുഖയായിട്ടുള്ളൊരു നടി, ഒരു കേരളത്തിലെ ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള നടി, വലിയൊരു നടൻ്റെ മകളാണ്. നടൻ്റെ മകൾ എന്ന് പറയുമ്പോൾ അത്രയും പ്രിവിലേജഡ് ആയിട്ടുള്ള ഒരാളാണ്, സ്റ്റാറ്റസ് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ഒക്കെ അത്രയും വലിയ രീതിയിലുള്ള ആളാണ്. അവരിപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരോട് ഉണ്ടായിരുന്നു. അവർ പറയുന്നത് വെച്ചാൽ എനിക്ക് കുട്ടികളുണ്ടാവാൻ ആഗ്രഹമുണ്ട്. ഏതൊരു സ്ത്രീയുടെയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് ആ വാമത്തിൽ കിട്ടുക, അല്ലെങ്കിൽ എന്താ പറയുക ആ കുട്ടിയുടെ ഒരു പ്രസൻസ് ഉണ്ടാവുക. മദർഹുഡ് എസ്പെഷ്യലി എന്തായാലും സ്വാഭാവികമായിട്ടും ആ പ്രായത്തിൽ എന്തായാലും ഉണ്ടാവും. 30-40 വയസ്സാണ് സമയത്ത് അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്നുണ്ടാവും.
അതിന് മുമ്പും. അപ്പോൾ ആ ഒരു പ്രായത്തിൽ അവർക്ക് അത് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ പറയാണ് ഞാൻ അഡോപ്റ്റ് ചെയ്യാണ്, ദത്തെടുക്കുകയാണ്, എന്ത് ചെയ്യില്ല, വിവാഹം കഴിക്കില്ല, കാരണം വിവാഹത്തോട് എനിക്ക് ഭയമാണ്. ആരാ പറയുന്നത്? ഇത്രയും പ്രിവിലേജ്, വളരെ എന്താ പറയുക, സ്റ്റാറ്റസിലും മറ്റോ കുറവുള്ള, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, റിസ്ക് എടുക്കുന്ന ആളുകളല്ല. ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും വിവാഹത്തോട് ഭയമാണത്രേ. ആ ഭയം കൊണ്ട് എന്ത് ചെയ്യാണ്, ഓക്കെ അഡോപ്ഷൻ, വേറെ ഓപ്ഷൻ നോക്കുക. ഇക്കൊരു നീഡുണ്ട്, ആ നീഡ് വിവാഹത്തിലൂടെ എങ്ങനെ സോൾവ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ അതാണല്ലോ, ചൈനയിലും അതാണ്, വിവാഹത്തിലൂടെ എങ്ങനെ ഇത് പരിഹരിക്കപ്പെട്ടത്. വേറെ എന്ത് സൊല്യൂഷൻ ആണെങ്കിലും ഓക്കെ, AI ആണെങ്കിലും ഓക്കെ, റോബോട്ട് ആണെങ്കിലും ഓക്കെ, ഹ്യൂമനോയിഡ് ആണെങ്കിലും ഓക്കെ, ദത്തെടുക്കുകയാണെങ്കിലും ഓക്കെ. ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ വേറുണ്ട്. അതാണെങ്കിലും ഓക്കെ, കല്യാണത്തിലൂടെ എന്ത് ചെയ്യരുത്, അത് പരിഹരിക്കപ്പെട്ടത്. മീൻസ് അത്രയും ഡേഞ്ചറാണ് കല്യാണം. ഈ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശരിക്ക് നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വലിസ്റ്റും ലിബറലിസ്റ്റും ഒക്കെ ഭയങ്കര റോളില്ലേ, അല്ലെങ്കിൽ അതല്ല ആക്ച്വലി. പിന്നെ ഈ സെക്ഷൽ റെവല്യൂഷൻ കൊടുന്ന ഈ പിന്നെ സെക്ഷൽ ലൈഫിൽ കൊടുന്നൊരു വലിയ 2-3 ചേഞ്ചസ് ആണ്. ഒന്ന്, പിന്നെ സെക്സിനെ പിന്നെ പ്രോക്രിയേഷനിൽ നിന്ന് വേർപ്പെടുത്തി. ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് കണ്ടുപിടിച്ച 1960-കളിലാണ്. പിന്നെ സെക്സിനെ അത് ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തപ്പെട്ടൊരു സാധനമായിരുന്നു. കാരണം ഇനി ഞങ്ങൾക്ക് സെക്ഷൽ ഫ്രീഡം കിട്ടി, പില്ല് കഴിച്ചാൽ മതി എന്നുള്ളത്. ഒന്ന് അത് വേർപ്പെടുത്തി. രണ്ടാമത്തെ അവർ സെക്സിനെ മാരേജിൽ നിന്ന് വേർപ്പെടുത്തി. വിവാഹത്തിന് വേണ്ട, വിവാഹത്തിൻ്റെ പുറത്തേക്ക് പിന്നെ പോകാമെന്നുള്ളത് അതും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്തത്. മൂന്നാമത്തത് പിന്നെ സെക്സിനെ ഹ്യൂമനിൽ നിന്ന് വേർപ്പെടുത്തി. സെക്സ് ടോയ്സ്, സെക്സ് ഡോൾസ്, ഈ പറഞ്ഞ AI സെൽഫ് പ്ലഷറിലേക്ക് ഇതിനെ കൊണ്ടുപോകും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഓർഗാനിക്കായിട്ടുള്ള ആ ഒരു പ്ലഷർ ഉണ്ടല്ലോ, അതിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന സാധനങ്ങളാണ്. അത് എങ്ങനെയായാലും അത് പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞാൽ അതൊരു അപകടത്തിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ അത് ബാക്ക് ഫെയർ ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽ, ഇപ്പോൾ ഈ പേടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വിവാഹത്തെ പേടി, അതിൻ്റെ ഏറ്റവും മെയിൻ കാരണം ഇൻഡിവിജ്വലിസം ലിബറലിസം എന്ന ആശയങ്ങളിലാണ് അതിൻ്റെ റൂട്ട്സ് കിടക്കുന്നതെന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഇപ്പോൾ ഫെയിലിയർ ആയിട്ടുള്ള ചില വിവാഹങ്ങളുണ്ടാവും. ഇപ്പോൾ നേരത്തെ ഇത് പറഞ്ഞത് ഒരു സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റികളുടെ അധികം എടുത്തു നോക്കിയാൽ പലരുടെയും വിവാഹം ഫെയിലിയർ ആയിട്ട് മാറുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. അധികം ഡിവേഴ്സ്ഡ് ആണ്, പിന്നെ ഇങ്ങനെ രണ്ടാം. അപ്പോൾ ഈ ഒരു പേടി, അതായത് വിവാഹത്തിലൂടെ ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് ആളുകളുണ്ട്. അത് ഭയങ്കരമാണ്. അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടാതിരിക്കുകയും ഇങ്ങനെ ഫെയിലിയർ ആകുന്ന ചില വിവാഹങ്ങളെ അത് പിൻ പോയിന്റ് ചെയ്ത് അവരുടെ ദുരനുഭവങ്ങൾ പങ്കുവെക്കുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹം ഇത്ര പ്രശ്നമുള്ള ഒരു കാര്യമാണോ, ഭയങ്കര പ്രോബ്ലമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഇന്ത്യയിലെ ഫാമിലി സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 1000 വിവാഹത്തിൽ 13 ഡൈവേഴ്സ് നടക്കുന്നുള്ളൂ. ബാക്കി 987 കേസുകളും സക്സസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി, ഗ്രാവിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അത്രേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വിവാഹവും അങ്ങനെ പ്രശ്നമാണെന്നുള്ളത്, മജോറിറ്റി വിവാഹം നല്ല രീതിയിൽ നടന്നു പോകുന്നവരാണ്. നമ്മളെ ചുറ്റുമുള്ള ഫാമിലിയിലേക്ക്, നാട്ടിലേക്ക് കണ്ണോടിച്ചാൽ നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളാണ്. പക്ഷെ ഈ ഫെയിലിയറായ ഡൈവേഴ്സായ മാരേജുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ്. ഡൈവേഴ്സുകളുടെ ക്യാമ്പ് ഭയങ്കരമായി ആഘോഷിക്കപ്പെടുന്നത്, ഡൈവേഴ്സായ സ്ത്രീകളുടെ സക്സസ് സ്റ്റോറീസ്, അവർ ബിസിനസ് ചെയ്തത്, അവർ ഓരോന്ന് അവരുടെ സർവൈവൽ സ്റ്റോറീസ്, ഇതൊക്കെ ഭയങ്കരമായി ആഘോഷിക്കും. നമ്മളൊന്നും അതിനെ ചെറുതാക്കി കാണുകയല്ല, പക്ഷെ അവരുടെ സക്സസുകൾ നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം, ഇത് ഡൈവോഴ്സ് ആയതുകൊണ്ടാണ് ഈ സക്സസുകൾ, അങ്ങനത്തെ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എതിർക്കുന്നത് എന്നുള്ള സംഭവം. അതായത് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. വിവാഹത്തിന്റെ പോസിറ്റീവുകൾ വലിയ രീതിയിൽ അപ്പുറത്ത്, എന്ത് സിസ്റ്റത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. എന്താ പറയുക, 100% പോസിറ്റീവ് മാത്രമുള്ള ഒരു സിസ്റ്റം മനുഷ്യന് കിട്ടൂല, അല്ലെങ്കിൽ മനുഷ്യൻ അത്ര സംവിധാനമല്ല. മനുഷ്യൻ അത്തരത്തിൽ വിജയപരാജയങ്ങൾ ഉള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന, അങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പഠിച്ച സംവിധാനങ്ങൾ നൽകിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനമുള്ള മനുഷ്യന് ആസ് യൂഷ്വൽ വിവാഹത്തിൽ പോസിറ്റീവുകളുടെ ഒപ്പം കുറച്ച് നെഗറ്റീവ് ഉണ്ടാവും. ഈ നെഗറ്റീവുകൾ മാത്രം പ്രശ്നമാക്കിയിരിക്കുക. ഒന്ന്, ഇത്തരത്തിൽ ഡിവോഴ്സുകൾ പറയാം. അതേപോലെ തന്നെ വിവാഹബന്ധങ്ങൾക്കുള്ളിൽ ഇപ്പോൾ വിവാഹത്തെ നന്നായി ഡീൽ ചെയ്യാത്ത, അതിനെ കൾച്ചറലി ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ ബോധ്യങ്ങൾ കൊണ്ടോ വളരെ മോശമായിട്ട് സ്ത്രീകളെടുത്തും കുടുംബത്തിലൊക്കെ പെരുമാറുന്ന പുരുഷന്മാരൊക്കെ ഉണ്ട്. അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. അത് മാത്രം എടുത്തു കാണിക്കുകയോ അല്ലെങ്കിൽ അതാണ് വിവാഹം എന്ന രീതിയിൽ പറയുകയോ അവതരിപ്പിക്കുകയോ ചെയ്തിട്ട് വിവാഹത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ 1-2 പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് ആവശ്യമെങ്കിൽ അത്ര സൊസൈറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം വേണ്ടത്. അല്ലെങ്കിൽ ഒരാൾ വിവാഹം കഴിക്കുക ഒരാളെ ചൂസ് ചെയ്യുന്ന സമയത്ത് ലോകത്തെ എല്ലാ പുരുഷന്മാരും ഇത്തരത്തിലായിരിക്കുമല്ലോ. അപ്പോൾ തനിക്ക് വേണ്ട അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന ഒരാളെ കണ്ടെത്തുകയാണ് വേണ്ടത്. അതിന് പകരം എന്താ ചെയ്യുന്നത്, ഇയാളുടെ ലൈഫിനെ മൊത്തത്തിൽ റിസ്ക് ചെയ്യുന്ന, ഇയാളുടെ ലൈഫിലേക്ക് വലിയ പ്രയാസം കൊണ്ടുവരുന്ന വിവാഹരഹിത അവസ്ഥയിലേക്ക്, വിവാഹമില്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ പോവാണ്. ചെറിയൊരു പ്രശ്നം അപ്പുറത്ത് കണ്ടു, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാണ്, വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നതാണ്. അവിടെ ഏറ്റവും ലളിതമായിട്ട് സിമ്പിളി പടച്ചോൻ പറയുന്ന പരിഹാരം എന്നുള്ളതാണ്.
നിങ്ങൾ എന്ത് ചെയ്യുക, ദീന് പരിഗണിക്കുക, ദീൻ നോക്കുക. അപ്പോൾ മതബോധമുണ്ടോ, പടച്ചോനെ പേടിയുണ്ടോ, സിമ്പിൾ അത്രേ ഉള്ളൂ. പടച്ചോനെ ഭയക്കുന്നുണ്ടോ, താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തനിക്ക് പടച്ചോന് ഉത്തരവാദിത്തമാണ് എന്ന് പരിശോധിക്കുന്നുണ്ടോ, അങ്ങനത്തെ ആളുകളെ കണ്ടെത്തുക. പടച്ചോനെ സൂക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വിവാഹത്തിലേക്ക് കടക്കുക. ദാരിദ്ര്യത്തെ ഭയന്നോ മറ്റോ എന്ത് ചെയ്യാതിരിക്കുക, കുട്ടികളെ കൊല്ലാതിരിക്കുക, ആ കുടുംബത്തെ മുന്നോട്ട് മനോഹരമായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന പടച്ചോൻ പറയുന്ന ഈ ദീൻ നോക്കുമ്പോൾ സക്സസ് ആവണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഷെയർഡ് വാല്യൂസ് ഈക്വൽ ആണ് അവരെ. കാരണം എന്താ വെച്ചാൽ അവരുടെ മുമ്പിൽ ഒരു പ്രശ്നത്തെ വന്നാൽ അവർ ആ പ്രശ്നത്തെ പിന്നെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ഒന്നായിരിക്കും രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരും ദീനുള്ളവരാണെങ്കിൽ അതുകൊണ്ടാണ് ഒരേ വാല്യൂസ് കീപ്പ് ചെയ്യുന്നവരോട് പ്രത്യേകിച്ച് ദീന് നോക്കാൻ പറഞ്ഞതും അതുകൊണ്ട് ദീന് മുൻഗണന നോക്കാൻ പറഞ്ഞ അവരെ ഷെയർഡ് വാല്യൂസ് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇപ്പം ഇതിനെതിരെ വരുന്ന വെസ്റ്റിൽ നിന്ന് വരുന്ന ഭയങ്കര ട്രെൻഡാണ് ട്രാഡ് വൈഫ് മൂവ്മെൻറ്റ്. ട്രാഡ് വൈഫ് ഒരുപാട് വരുന്നുണ്ട് റീൽസിലും ഇതിലൊക്കെ. എന്തുകൊണ്ടാണ് ട്രാഡ് വൈഫിൻ്റെ അതിൻ്റെ ഒരു കോംബോ ഭയങ്കര സിങ്കിങ് ആണ്. കാരണം നമ്മളൊരു ട്രഡീഷണൽ വിസ്ഡത്തിൽ നമ്മൾ സ്വീകരിച്ചു പോകുന്ന സാധനമാണ് ഈ പിന്നെ ബ്രെഡ് വിന്നർ ഹോം മേക്കർ കോംബോ എന്നുള്ളത്. അതിൽ 2 പേരാണ്, ഒരാൾ ഒരു ബ്രെഡ് വിന്നർ റോളും ഒരാളൊരു ഹോം മേക്കർ റോൾ എടുക്കുന്നു. അത് അവരുടെ ഒരു ഫിസിക്ക്, അവരുടെ ഒരു ബയോളജിക്കൽ ഇത് വെച്ചിട്ട് പിന്നെ പുരുഷൻ ഒരു ബ്രെഡ് വിന്നർ റോളും സ്ത്രീ ഒരു ഹോം മേക്കർ റോളും എടുക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത റോളും അത് തന്നെയാണ്, 2 പേർക്ക് ഈ കൊടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പുരുഷൻ അവൻ്റെ കുടുംബത്തിൻ്റെ റൂളറാണ്, സ്ത്രീ അവളുടെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെയും കുട്ടികളുടെയും റൂളറാണ്. അത് കറക്റ്റാണ് ആ ബ്രെഡ് വിന്നർ ഹോം മേക്കർ കോംബോ എന്നുള്ളത്. അതുകൊണ്ടാണ് അത് സക്സസ് ആണത്. മനുഷ്യൻ്റെ പ്രകൃതത്തിനും മനുഷ്യൻ്റെ സർവൈവലിനും അതിജീവനത്തിന് അനിവാര്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് എന്താ പറയുക, ഏതെങ്കിലുമൊക്കെ ആശയങ്ങളിലൂടെ ലഭിച്ച സൊസൈറ്റി എങ്ങനെയൊക്കെയോ കൊണ്ടുനടക്കുന്ന ചില പ്രശ്നങ്ങളുടെ പേരിലോ ഏതെങ്കിലും ആശയങ്ങളുടെ ഭാഗമായിട്ട് ലഭിച്ച എന്തെങ്കിലും ബയാസിൻ്റെ പേരിലോ മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ള അതിജീവനത്തിന് അനിവാര്യമായിട്ടുള്ള വിവാഹം പോലെയുള്ള വിഷയങ്ങൾ അത് മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം അത് വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആശയം പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇത്തരം എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കുന്നൊരവസ്ഥയിലേക്ക് സൊസൈറ്റി പോകുന്നതിൻ്റെ അപകടത്തെ പറ്റി ബോധ്യപ്പെടുക, മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒപ്പം തന്നെ അടിസ്ഥാനമായിട്ട് പടച്ചോൻ പറയുന്ന മനുഷ്യനെ പറ്റി പൂർണ്ണമായിട്ട് അറിയുന്നത്. ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളി പടച്ചോൻ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ പടച്ചോൻ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യുകയാണെന്ന് തെറ്റിദ്ധാരണയിൽ ഈ കൾച്ചറിനെ മാത്രം ഫോളോ ചെയ്തിട്ട് അബദ്ധത്തിൽ എത്തുന്ന ആളുകളുണ്ടാവും. അവിടെ സൊല്യൂഷൻ വേണമെന്ന് വെച്ചാൽ ബാക്ക് ടു ദി സ്ക്രിപ്ചർ, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, പടച്ചവനിലേക്ക് മടങ്ങുക. എന്താണ് പടച്ചോൻ ശരിക്കും പറഞ്ഞത്, എന്താണ് പടച്ചോൻ പ്രവാചകനിലൂടെ ശരിക്കും മോഡലായിട്ട് കാണിച്ചത് എന്ന് പരിശോധിച്ച് അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള മടങ്ങലിലേക്ക് എത്തിയാൽ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ എല്ലാ മേഖലയിലും എന്ന പോലെ തന്നെ ഈ മേഖലയിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏറ്റവും നല്ല വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റു വിഷയങ്ങൾ പറ്റിയുള്ള പഠിക്കാൻ ഈ ചാനൽ പരിശോധിക്കാവുന്നതാണ്, മറ്റു വീഡിയോകൾ കാണാവുന്നതാണ്. ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകളിലേക്ക് വീഡിയോകൾ എത്തിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.